തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ബെൻഡിങ്, പ്യൂർ ബെൻഡിങ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: A circular pipe of external diameter 70 mm and thickness 88 mm is used as a simply supported beam or an effective span 2.5 meter. Find maximum concentrated load that can be applied at the center of span if the permissible stress in the tube is 150 Newton per mm square. Okay. എന്നാൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കണ്ടാൽ സർക്കുലർ പൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ എന്നുള്ളത് 70 mm ആണ്. ആൻഡ് തിക്നെസ് 8 mm ആണ്. Then is used as a simply supported beam over an effective span. Simply supported beam ആണ്. Effective span എന്നുള്ളത് 2.5 meter ആണ്. Find the maximum concentrated load. Concentrated load ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. That can be applied at the center of the span if the permissible stress in the tube is 150 Newton per meter square. Given data എടുത്ത് എഴുതി നോക്കാം. Given data എന്നുള്ളത് വരുന്ന സമയത്ത് സർക്കുലർ പൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ, അതായത് ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 70 mm. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഫിഗർ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. ക്യാപിറ്റൽ ഡി വെച്ചിട്ട് ഫിഗർ വരച്ച് സർക്കുലർ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സർക്കുലർ ഫിഗർ വരച്ചു 70 mm. ദെൻ തിക്നെസ് എന്നുള്ളത്, അതിന്റെ തിക്നെസ് എന്നുള്ളത് 8 mm ആണ്. ഓക്കെ, അപ്പോൾ ഔട്ടർ എക്സ്റ്റേണൽ ഡയമീറ്റർ 70 ആണ്. അപ്പോൾ തിക്നെസ് എന്നുള്ളത്, തിക്നെസ് ഞാൻ വരയ്ക്കുന്നുണ്ട്, തിക്നെസ്സിൽ മാർക്ക് ചെയ്തു. ഈ തിക്നെസ് എന്നുള്ളത് 80 mm ആണ്. ഈ തിക്നെസ് എന്നുള്ളത് 8 mm ആണ്. ഓക്കെ, എല്ലാ ഭാഗത്തും 8 mm ആണ്. ഞാൻ വരയ്ക്കുമ്പോൾ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും, ഫീൽ ചെയ്യും. പക്ഷെ എല്ലാ ഭാഗത്തും തിക്നെസ് 8 mm ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഡാറ്റ എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 70 mm, then thickness equal to 8 ആണ്, 8 mm. then small d എത്ര നോക്കാം, അതായത് ഇന്നർ ആയിട്ടുള്ള ഈ ഒരു ഡയമീറ്റർ, ഇവിടുത്തെ ഡയമീറ്റർ എത്ര വരിക, സ്വാഭാവികമായിട്ടും 70 മൈനസ് 8 പ്ലസ് 8, അതായത് 70 ഈ 8 കൂട്ടിയിട്ട് കുറക്കുക. ഓക്കെ, അപ്പൊ 54 വരും. ഓക്കെ, d is equal to 54 mm. Then അടുത്ത ഡാറ്റ എന്നുള്ളത് പത്ത് ഡാറ്റ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓവർ എഫക്റ്റീവ് സ്പാൻ 2.5 meter. Okay, then is used as a simply supported beam over an effective span. Simply supported beamന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു, ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു. അതിന്റെ സ്പാൻ എന്നുള്ളത് 2.5 meter ആണ്. 2.5 meter. അപ്പോൾ ലെങ്ത് നമുക്ക് ഇവിടുന്ന് കിട്ടും 2.5 meter ആണ്. അപ്പോൾ മീൻ mm കൺവേർട്ട് ചെയ്യുമ്പോൾ 2500 mm എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, ഫൈൻഡ് ദി മാക്സിമം കോൺസെൻട്രേറ്റഡ് ലോഡ് that can be applied at the center of span. ഓക്കെ, അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ്, പോയിന്റ് ലോഡ് അതിന്റെ സെന്ററിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എന്നുള്ളത് പി ആണ്. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, 1.25, അതായത് 2.5 ഹാഫ്. ഓക്കെ, ഇത്ര ഡിസ്റ്റൻസ് എത്രയാ, 1.25. ഓക്കെ, then if the permissible stress in the tube is 150 Newton per meter square, അതായത് given data ആണ് F is equal to 150 Newton per mm square. ഓക്കെ, ഇത്രയും ഡാറ്റ നമുക്ക് given ഡാറ്റയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്നുള്ളത് നോർമൽ ഇക്വേഷൻ ആണ്, ബെൻഡിങ് ഇക്വേഷൻ. m/i = f/y = e/r. ചെയ്ത് നോക്കാം. m/i = f/y = e/r. നമുക്ക് കണ്ടെത്തുന്നത് പി ആണ്. പി വരെ ഞാൻ പറഞ്ഞ ലോഡാണ്. ആ ലോഡ് എല്ലായ്പ്പോഴും വരെ എന്തിനകത്താണ്, എമ്മിനകത്താണ് വരിക. അപ്പൊ ഞാൻ ആ ടൈം എടുത്തത് m/i = ഇനി ഇയും ആർ ഗിവൺ ഡാറ്റ അല്ല, പക്ഷെ എഫ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അതിന്റെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, ന്യൂട്രൽ ആക്സിസ് വഴി വൈയുടെ ഡാറ്റ ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ഈ ഡാറ്റ മാത്രം 54 കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് താഴെ കാണിക്കാം. സ്മോൾ ഡി ഈക്വൽ ടു 70 മൈനസ് 8 പ്ലസ് 8, 54 mm എന്ന് വരും. ഇതിന് കൂടെ തന്നെ ഇതിന്റെ ഒരു ന്യൂട്രൽ ആക്സിസ് ഫിഗർ ഒന്ന് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫിഗർ വരച്ചു. y ഈക്വൽ ടു
ക്യാപിറ്റൽ ഡി ബൈ ടു, വൈ മാക്സ് ആണ്. y is equal to ക്യാപിറ്റൽ ഡി ബൈ ടു. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ 70 ആണ്. 70 ബൈ 2 വരും, 35 mm വരും. ഓക്കെ, അതായത് രണ്ട് ഓപ്ഷൻ ആണ്, 54 ഉണ്ട് 70 ഉണ്ട്. നമ്മൾ അതിൽ മാക്സിമം വാല്യൂ അതിന്റെ ഹാഫ് ആണ് എടുത്തത്. y max എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ഇക്വേഷനിൽ വരുന്ന ഭാഗം. y is equal to 35 mm. അപ്പോൾ f ഡയറക്റ്റ് തന്നിട്ടുണ്ട്, y കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, അതിനെ ചൂസ് ചെയ്യാം, f by y. ഇനി ഇതിൽ നമുക്ക് m കണ്ടെത്തണം. m is equal to f by y into i. ഓക്കെ, ഇതിൽ f ഉം y ഉം ഒക്കെ i കൂടെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇക്വേഷൻ സ്പേസ് കൂടെ കാരണം ഒന്ന് മാറ്റി വരുന്നുണ്ട്. m is equal to f by y into i. ഓക്കെ, ഇനി ഇതിൽ i കണ്ടെത്തണം. i കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സർക്കുലർ ആണ്, അതിന്റെ കൂടെ തന്നെ ഹോളോ സർക്കുലർ ആണ്. സർക്കുലർ സെക്ഷൻ ആണ്, അതുപോലെ തന്നെ ഹോളോ സർക്കുലർ സെക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, pi by 64 into d raised to 4 minus d raised to 4 divided by d by 2 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, pi by 32 into ഇങ്ങനെ ഇക്വേഷൻ വരും. ഓക്കെ, pi by 32 into d എന്നുള്ള ഇക്വേഷൻ വരും. ഇതിൽ ഡാറ്റ കൊടുക്കാം. i is equal to pi into d, ക്യാപിറ്റൽ d എന്ന് പറഞ്ഞാൽ 70 raised to 4 minus d സ്മോൾ d എന്ന് പറഞ്ഞാൽ 54 ആണ്, 54 raised to 4 divided by 32 into ക്യാപിറ്റൽ d എന്ന് പറഞ്ഞാൽ 70. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് 761195.33 mm raised to 4 എന്നുള്ള ആൻസർ ആണ് i കിട്ടിയിട്ടുള്ളത്. അപ്പോൾ i is equal to ആ ഡയറക്റ്റ് വാല്യൂ ഒന്ന് മാറ്റിയിട്ടുണ്ട്, 761195.33 mm raised to 4 എന്നുള്ള ആൻസർ ലഭിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ഈ ഒരു ക്വസ്റ്റ്യനിൽ f കിട്ടി, y കിട്ടി, i കിട്ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m is equal to f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 150 ആണ്, 150 into i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 761195.33 divided by y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തിയിട്ടുണ്ട് 35 ആണ്, 35. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 71 ന്യൂട്ടൺ mm എന്നുള്ള ആൻസർ ലഭിക്കും. അതായത് m is equal to 265.71 ന്യൂട്ടൺ m എന്നുള്ള ആൻസർ ലഭിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് m കിട്ടി, പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വാല്യൂടെ നിർത്തിയിട്ട് ഇനിയിപ്പോ നമുക്ക് m കിട്ടി. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, m is equal to ഇതന്നെ ഒന്നുകൂടെ ഞാൻ മാറ്റി എഴുതുന്നുണ്ട്, 3265.71 ന്യൂട്ടൺ mm എന്നുള്ള ആൻസർ ലഭിച്ചു. ഓക്കെ, നമുക്കറിയാം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ മുകളിൽ പോയിന്റിലോട് വന്നു കഴിഞ്ഞാൽ മാക്സിമം മൊമെന്റ് എന്നുള്ളത് PAB/L എന്നാണ്. m is equal to PAB/L എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഈ m സ്പേസിൽ നമ്മൾ PAB/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. PAB/L is equal to 326226.71. ഓക്കെ, ഇതിൽ p is equal to p into a എന്ന് പറഞ്ഞാൽ എത്ര, 1.25, അതായത് 1250. then b എന്ന് പറഞ്ഞാലും 1250, കാരണം സെൻട്രലാണ്. ഓക്കെ, അപ്പോൾ എയും ബിയും സെയിം ആണ്. ഓക്കെ, ബൈ l എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ ആണ്, അത് mm ആകുമ്പോൾ 2500 വരും. then അടുത്തത് എന്നുള്ളത് ഈക്വൽ ടു 326.2265.71. ഓക്കെ, v is equal to 326226.7 into 2500 divided by 1250 into 1250. ഓക്കെ, ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 5219.62 ന്യൂട്ടൺ ആണ്. 5219.62 ന്യൂട്ടൺ എന്നുള്ള കാര്യം കിട്ടും. അതാണ് പി കോൺസെൻട്രേറ്റഡ് ലോഡ്, പോയിന്റ് ലോഡ്. ഇതാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതേപോലത്തെ 2-3 പ്രോബ്ലംസ് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു വെറൈറ്റി കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യാസം വരുന്നത് ഈ ഒരു ഭാഗമാണ്, ഹോളോ സർക്കുലർ സെക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. അവിടെ ഐ കാണുന്ന സ്ഥലത്ത് മാത്രമേ അതിലൊരു മാറ്റം വരുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്.
പുതുതായിട്ടുള്ള കഴിഞ്ഞ പ്രോബ്ലമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതുതായിട്ട് ലിസ്റ്റുകളൊന്നുമില്ല. അഡീഷണലി വരുന്നത് ഹോളോ സെറിബ്രൽ സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ സെപ്പറേറ്റ് ആയി കാണാനുള്ള ഒരു കുറച്ച് ചേഞ്ചസ് വരും, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോയുമായിട്ട് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.